സോ ഹലോ ഗീസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ ഡയമണ്ട് 5 അടിച്ചു. സോ അതിൻ്റെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് മാച്ച് ഡയമണ്ട് 5 അടിച്ച് ആ ഒരു മാച്ചിന് എന്തൊക്കെ സംഭവിച്ചെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലല്ല, വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കധികം ലാഗ് അടിക്കാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ഗ്ലൂ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഒരു എന്താ അപ്പം എന്നെ പറയാം. സോ ആ സംഭവം കാര്യങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഞാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ USB കാര്യങ്ങളും എടുത്തു. എനിക്ക് പഠിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ കുത്തിപ്പിടിക്കാൻ വേണ്ടി USB ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കി ചുറ്റും നോക്കി ഈ സൈഡിലേക്ക് പോയതായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ തോന്നിയതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങാപ്പരക്കൂടെ വന്നു. പിന്നെ ആ ടൈമിൽ വേറൊരു പട അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു ഓസ്കാർ വന്നിട്ട് എന്നെ നല്ല രീതിയിൽ കുത്തിപ്പിടിച്ച് ഡാം വന്നിട്ട് ഞാൻ അപ്പോഴേക്കും ഗ്ലൂവാളും കാര്യങ്ങളും ഇട്ടു. കുറച്ച് ഡാമേജ് എന്താ മാറ്റിയിട്ടുണ്ട്, കാരണം നൈരി ഉള്ളതുകൊണ്ട്. സോ ഞാൻ അവനെ വെടിവെക്കുന്ന സമയത്താണ് എൻ്റെ ടീമേറ്റ് വന്നിട്ട് അവൻ്റെ കില്ലങ്ങ് കുമ്മി ഫസ്റ്റ് ഉള്ളത്. പക്ഷേ എന്നാലും അവൻ എന്നെ പൊക്കിക്കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതുകൊണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഡൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കുമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന ടൈമിലാണ് ഒരുത്തൻ ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ നേരെ ഗ്ലൂ ഇട്ടു. അവനെ കണ്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ അവന് ഡാമേജ് കിട്ടിയപ്പോൾ അവൻ എന്നെ മനസ്സിലായി. അതുകൊണ്ട് അവൻ നേരെ എന്നെ നല്ലൊരു ഡാമേജ് വന്നു. ഞാൻ അപ്പോഴേക്കും അവനെ കൊത്തിപ്പിടിച്ച് അവൻ്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്ത് നോക്കിട്ടായിരുന്നു. പക്ഷെ എന്നെ ഒരുത്തൻ അപ്പുറത്തുനിന്ന് അവൻ വൺടാപ്പ് അങ്ങ് അടിച്ചിട്ടുണ്ടായി. ഓക്കെ, സോ അവൻ വന്നങ്ങ് പൊക്കി. പിന്നെ ഞാനിവിടെ ചില്ലൗട്ട് അടിച്ച് അവിടെ കിടക്കുന്ന പോലെ അങ്ങ് ഇരുന്നു. അപ്പോഴേക്കും അവൻ എന്നെ അങ്ങ് കൊന്നു. പിന്നെ ആ ടൈമിൽ എൻ്റെ ടീമേറ്റിനൊക്കെ എല്ലാം കൂടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില്ലൗട്ട് ആയിരുന്ന ടീമേറ്റ് ഞാൻ വെടിവെച്ച് കൊന്നു. ആ സമയത്താണ് D7 എന്ന് പറഞ്ഞ വേറെ പുള്ളീനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്, പുറയിലുള്ളവൻ. അങ്ങനെ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് മെഡൊക്കെ ഇല്ല, മെഡ് അടിക്കാനുള്ള ടൈമില്ലാണ്ട് പുള്ളി ഇങ്ങനെ ഓടിക്കൊണ്ട് സ്റ്റെയറിൻ്റെ പുറകെ കയറിയതായിരുന്നു. പക്ഷേ പുള്ളിയുടെ പുറകെ വേർത്തം വന്ന് സോഡിട്ട് അടിച്ചങ്ങ് ഇട്ട് കിട്ടി. സോ അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇമോട്ട് അടിച്ച പോലെ തോന്നി, പക്ഷേ അല്ലായിരുന്നു. സോ അതിന് അടുത്ത കളി ഞാനാണെങ്കിൽ നേരെ മറ്റേ G36 എടുത്തിട്ട് അതും വിത്രോ ചെയ്തിട്ട് M9070 എടുത്തു. സോ അതങ്ങ് എടുത്തിട്ട് ഞാനിങ്ങനെ കില്ലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ കാരണം ഇപ്പം ഞാൻ ഒരു സ്റ്റാർ കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 5 ആവും, ഡയമണ്ട് 5 ആവും. സോ അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ ടൈമിലാണ് എൻ്റെ കണ്ണിൽ മറ്റേ ഈ ഒരു സംഭവം പെടുന്നത്. എൻ്റെ പേര് വെസ്റ്റ് 2. ഞാനാണെങ്കിൽ നേരെ തച്ചേന ഇട്ടിട്ട് അവിടേക്ക് അങ്ങ് കയറി. അപ്പോഴാണ് ഒരു പ്രശ്നം, എൻ്റെ കയ്യിൽ ഇനി തച്ചേ യൂസ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ നേരെ പിന്നെ എൻ്റെ മണ്ടേ കയറിയപ്പോഴേക്കും അവൻ കോടേനെ ഇട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചു നിന്നു. പക്ഷേ അവൻ എന്നാലും എന്നെ കാണാമല്ലോ. എന്തായാലും അവനിക്ക് നല്ല ഡാമൊന്നുണ്ട്. ഞാൻ ഗ്ലൂ ആയിട്ടാണ്, പക്ഷെ അങ്ങാപ്പറയിപ്പി അതൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ ഒന്നും ഗ്ലൂ ആയിട്ടിട്ട് ഞാൻ മെഡ് അടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരുമാതിരി ഹാക്കർ പോലെ എല്ലാം 3 എണ്ണം അങ്ങ് ഡൗൺ ആയി. ഞാൻ മെഡ് അടിച്ച് തീർന്നുകൂടില്ല. പിന്നെ രണ്ടാമത്തെ മെഡ് അടിച്ച് തീരണതിന് മുമ്പ് തന്നെ ഇവന്മാർ മൊത്തം കളി അങ്ങ് തീർത്ത് വിട്ടു. അതായത് ഞാൻ ഫുൾ HP ആവുന്നതിന് മുമ്പ് ഇവന്മാർ കളി അങ്ങ് എടുത്തു. അതായത് ചുമ്മാ അവന്മാരങ്ങ് ചെന്ന് റഷ് ചെയ്ത് അങ്ങ് എടുത്തു. സോ അവന്മാർ ഇത്രയും നന്നായിട്ട് കളിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് കളിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് വിഞ്ചസ്റ്റർ അങ്ങ് എടുത്തു. ഞാൻ വിഞ്ചസ്റ്റർ അങ്ങ് എടുത്ത് എൻജാനൊക്കെ ചെയ്തു തന്നു സെക്കൻഡ് ഉള്ളവൻ. അവൻ്റെ അടുത്ത് ഞാൻ ഓവറായിട്ട് ഞാൻ നന്ദി കാണിക്കാനൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കാണുന്നത്. അവൻ്റെ കയ്യിലുള്ളതും വിഞ്ചസ്റ്ററാണ്. അതുകൊണ്ടാണ് അവൻ്റെ വിഞ്ചസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ അവനാണെങ്കിൽ എൻജാൻഡ് ചെയ്തത്. സോ അങ്ങനെ ഞാനാണെങ്കിൽ നേരെ കയറി വന്നു, ഓടി. ഞാൻ സാധാരണ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇപ്പറ വന്നു നിന്നു, ഇവിടെ വല്ല എനിമീസിനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. സോ അങ്ങനെയൊക്കെ ടൈമിലാണ് അവിടെ ഒരുത്തൻ വന്നിട്ട് എൻ്റെ ടീമേറ്റിനെ വെടിവെക്കുന്നുണ്ട്. ബാക്കി അവനടിച്ച് ഞാൻ നോക്കിട്ടു. പക്ഷേ അവനെ ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ടീമേറ്റ് പൊക്കണ്ടായിരുന്നു, അവൻ്റെ ടീമേറ്റ്. അന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് അവൻ്റെ കില്ല് ഞാൻ കൺഫേം ചെയ്തു. 4th ഉള്ളവൻ, എൻ്റെ പേര് അവൻ്റെ പേര് വയ്ക്കണ്ട, ഫസ്റ്റ് ഉള്ളവൻ, അത് മതി. സോ അന്നപ്പോഴേക്കും ഞാനെനിക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ഓക്കെ, ഇപ്പം അത് എവിടെ ഒരു വെടി വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ജസ്റ്റ് ഒരു വെടി അങ്ങ് വെച്ചു. ചെക്കനങ്ങ് ഡൗൺ ഇട്ട്. ഓക്കെ, അപ്പം ഞാൻ 2 പേരും അങ്ങ് ഡൗൺ ഇട്ട് ഞാൻ എന്നെ ഞെളിഞ്ഞ് നിൽക്കുമായിരുന്നു. ആ ടൈമിൽ വന്നെ ഒരുത്തൻ. അപ്പം അവനെ കൂടെ ഞാൻ അടിച്ചിട്ടപ്പോൾ ഞാൻ അവനെ കണ്ടില്ലെന്നാണ് അവൻ വിചാരിച്ചത്. ഞാൻ എന്തായാലും അവനെ നേരെ വന്ന് അങ്ങ് അടിച്ചിട്ട് റേസ് അങ്ങ് എടുത്ത്. സ്വർഗ്ഗമായിരുന്നു, സ്വർഗം. അങ്ങനെ റേസ് എടുത്ത് എൻ്റെ ഓരേ നിൽക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഓറ ഫാമിങ് ആയിരുന്നു അല്ലെ. ഇപ്പം നിങ്ങൾ മനസ്സിലായില്ല, ഞാൻ ഓറ ഫാം ചെയ്ത് ഈ ഒരു മാച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ അതും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ തീരുന്നവരെ അങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ്. സോ
ഇപ്പം കേൾക്കും. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ടീമിൻ്റെ കൂടെ ഓടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇവന്മാരെ കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് ഞാൻ കൊന്നേക്കാം. അപ്പം എനിക്കൊരാഗ്രഹം രണ്ടാമതൊന്ന് എയ്സ് എടുക്കണമെന്ന്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഓറ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഒന്ന് ചെന്നു. ചുമ്മാ ഒന്ന് വെടിവെച്ചാണ്, ഒന്നും കൊണ്ടില്ല. എന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ വേറെ അടുത്തും കോടൻ യൂസ് ചെയ്ത് അത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഒളിച്ചു നിന്നു. ഇവിടെ ഒന്ന് ഒളിച്ചു നിന്നപ്പോൾ എൻ്റെ ടീമേറ്റും കാര്യങ്ങളും ഇവിടെ വന്ന് ഇരിക്കണ്ടായിരുന്നു. അവനാണെങ്കിൽ സൈഡിൽ നിന്ന് വെടിയൊക്കെ. അപ്പം എൻ്റെ ടീമേറ്റ് നോക്കായി. അപ്പം ഞാൻ അന്നപ്പോഴേക്കും ഒരു സേഫ്റ്റിക്ക് അങ്ങോട്ട് ഗ്ലൂവാളും കാര്യങ്ങളും ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് റഷ് ചെയ്ത് നിന്നിട്ട് എൻ്റെ ടീമിനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിക്കാൻ പോയി. പക്ഷെ അവിടെ ആണെങ്കിൽ ഒരു മട മൊത്തം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിൽക്കുന്നു ഒരു ഫുട്ബോളായിട്ട്. ഞാൻ നേരെ അവനടിച്ച് നോക്കിയിട്ട് അവൻ്റെ കില്ല് അങ്ങനെ കൺഫേം ആക്കി. അങ്ങനെ അവൻ്റെ കില്ലൊക്കെ കൺഫേം ആക്കി ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ നടത്തവൻ അവനെ ഫുൾ ടൈം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ നേരെ അങ്ങ് അടിച്ച് അവൻ്റെ കില്ലങ്ങ് ഫിനിഷ് ആക്കി ഡബിൾ ടേക്കോ അങ്ങ് എടുത്തു. പിന്നെ ഞാൻ നേരെ വന്നിട്ട് നിന്നപ്പോൾ ഇവിടെ വേറൊരുത്തനെ കണ്ടു. എന്നപ്പോഴേക്കും ഞാൻ സോളോ ആയി എന്നപ്പോഴേക്കും. പിന്നെ എനിക്കിവിടെ എന്താ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇവനെ അങ്ങ് അടിച്ച് അങ്ങ് തീർത്തു. എനിക്ക് പേടി ഉണ്ടായിരുന്നു. ഞാൻ ട്രിപ്പിൾ ടൈക്കറും കണ്ടു വന്നപ്പോഴേക്കും എനിക്ക് പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇത്രയും ഞാനിത് മൈനസ് ആയിരുന്നു. സോ അവനവിടെ നിന്ന് ടൈമിൽ തന്നെ ഞാൻ നേരെ അടിച്ചൊരു ഏസ് അങ്ങ് എടുത്തു. എൻ്റെ മോനെ ഓറ ഫാമിങ് ആയിരുന്നു. സോ അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഒരു കളി ഏസ് എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു കളിയും കൂടെ. പക്ഷേ നിങ്ങൾ കണ്ടു നോക്ക്, അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കളി ഇങ്ങനെ ഏസ് ഇങ്ങനെ എടുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു ഞാനങ്ങ് ഹാപ്പിയായി പോയി ഗീസ്. സോ ഞാനാണെങ്കിൽ ഇവളെ നേരെ അങ്ങ് വന്നു. എൻ്റെ ടീമിൻ്റെ കൂടെ ചെന്നിട്ട് ഇവന്മാർ കില്ല് ഞാൻ കുമ്മാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. കാരണം പാവങ്ങൾ ഉണ്ടാക്കുന്ന കില്ല് നമ്മൾ കുമ്മില്ല ഗീസ്. നമ്മൾ നേരെ റഷ് ചെയ്തൊന്നും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡീസമണാണെങ്കിൽ അവിടെ നിൽക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനാ പോണ വഴി ഞാൻ അത് ഇങ്ങോട്ടേക്ക് വന്നു എൻ്റെ ടീമേറ്റ്സ് ഉള്ളടുത്ത്. അപ്പോൾ ഞാനെങ്കിൽ അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിൽക്കണ്ട ഒരുത്തനെ മാർക്ക് ചെയ്ത് കാണിക്കണ്ട്. ഞാൻ നേരെ അവനെ അടിച്ചു. പക്ഷേ എയ്സ് പോയി. എനിക്ക് ഉറപ്പായിരുന്നു അവനെ വെടിവെക്കുന്ന നേരത്തെ തന്നെ എനിക്ക് ഉറപ്പായി എൻ്റെ എയ്സ് പോയിന്ന്. കാരണം കൊന്നത് വേറെ ആരുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ വന്നു, നിൽക്കുന്ന ഒരുത്തൻ. ഞാൻ അവനങ്ങ് വെടിവെച്ചങ്ങ് ഇട്ടു. കുത്തിപ്പിടിച്ചങ്ങ് ഇട്ടപ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റും സെക്കൻഡും ഉള്ളവന്മാർ തട്ടിപ്പോയി. അതായത് ഞങ്ങൾക്കൊരു 2-8 സിറ്റുവേഷനാണ്. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് എന്തോ ഒരു തോന്നിയത്. അപ്പം ഞാൻ ഇവിടേക്കൊന്നും നോക്കി. ഇപ്പോൾ എനിമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം കാരണം ഞാൻ മുകളിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു എന്ന്. സോ ഈ നിരവുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഡാമേജും കാര്യങ്ങളും കിട്ടി. സോ ഞാൻ ചത്തുപോയി. ഇമോട്ട് അടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ ഇമോട്ട് അടിക്കാൻ ആരെയും ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കളി എങ്കിലും ഉള്ളൊരു രീതിയിലാണ് ഞാൻ നിന്നത്. പക്ഷേ എൻ്റെ ഏസെടുക്കാനുള്ള മോഹങ്ങളെല്ലാം പോയി. കാരണം ടീമേറ്റ്സ് സപ്പോർട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഈ കളി എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ 3-3 ടൈ ആവും. അതുകൊണ്ട് ഇത് മാക്സിമം കളി എടുക്കാനുള്ള പ്ലാനിലായി ഞാൻ. ടൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ 50-50 ചാൻസാണ്. അതുകൊണ്ട് തന്നെ നമ്മളതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് കളി എടുക്കണമായി. സോ ഞാൻ നേരെ കാണുന്ന വഴി കൂടെ അവിടെ കൂടെ ഇവിടെ കൂടെ ഒക്കെ ഞാൻ കയറി അങ്ങ് ഓടാൻ തുടങ്ങി. പിന്നെ ഒരുമാതിരി സ്ട്രാറ്റജി ഇല്ലാണ്ട് ചുമ്മാ ഞാൻ വന്ന് അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചുമ്മാ ടീമേറ്റിൻ്റെ പുറകെ അങ്ങ് ചെന്നു. എന്നപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് വെടി കിട്ടി. പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ നേരെ പോയിട്ട് എൻ്റെ ടീമേറ്റിന് സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തു. ആ ടൈമിലാണ് ഞാൻ എവിടെ ഒരുത്തനെ കാണുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് സൂം ചെയ്തപ്പോഴേക്കും എൻ്റെ ടീമേറ്റിൻ്റെ അടുത്തേക്ക് വേർത്ത മനുണ്ടായിരുന്നു. ഞാൻ നേരെ ഡാം കൊടുത്തങ്ങ് ഡൗൺ ഇട്ടുണ്ടായി. അപ്പം നമ്മളങ്ങനെ ഡൗൺ ഇട്ടപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ഗെയിം എടുത്തു. നമ്മൾ ടീമേറ്റിനെ അവനെ പൊക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഇവിടെ നിന്ന് ഒളിച്ചങ്ങ് നിന്നു. അവന്മാരെന്നപ്പോഴേക്കും നല്ല രീതിയിൽ ഇങ്ങോട്ട് വെടിയൊക്കെ ഉണ്ട്. മിക്കവാറും ആ ഗ്ലൂ പൊട്ടുമെന്നായപ്പോഴേക്കും ഞാൻ അവിടെ ഗ്ലൂ ആയിട്ടിട്ട് ഞാൻ വേറെ ഇങ്ങോട്ടേക്ക് മാറി. അപ്പം ഞാൻ ഇവൻ്റെ മണ്ടേന്ന് ഞാൻ അവന്മാരെ സ്നൈപ്പ് ചെയ്ത് കൊല്ലാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ എൻ്റെ മണ്ടേ എന്നിട്ട് അമ്മർക്ക് നല്ല ഡാം കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരുത്തന്നെ ഡാം കൊടുത്തു. പക്ഷെ അമ്മമാർ നല്ല രീതിയിൽ ഗ്ലൂ വാൾ ഇടുന്നതുകൊണ്ട് എനിക്ക് നല്ല പണിയായി. പിന്നെ ഗ്ലൂ വാൾ പൊട്ടുമ്പോഴേക്കും അമ്മക്ക് അടുത്ത ഗ്ലൂ വാൾ റീസ്റ്റോർ ആവും. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പുറത്തെ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പെടച്ചിൽ കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഏകദേശം 40 അത്ര സംതിങ് കൊടുത്തു. വന്നപ്പോഴേക്കും അമ്മമാരെന്നെ അടിച്ച് നോക്കാക്കി. പിന്നെ ഞാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അതപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് വന്നിട്ട് അവനങ്ങ് കൊന്ന് എടുത്തു തന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ.